ഈ സുവി വിശ്വനാഥിലേക്ക് കൂടി സുവി ഡാനി പറഞ്ഞു നിർത്തുന്നത് പോലെ ഇതാരാണ് ഗൂഢാലോചന നടത്തിയത്, ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുമോ ഒന്നാം പ്രതിയുടെ അറസ്റ്റ്, ഒന്നാം പ്രതി പിടിയിലായത് എന്നുള്ളൊരു ചോദ്യമാണ്. ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുമ്പോൾ പോലും ഈ കുറ്റകൃത്യം നടത്താൻ പ്രേരിപ്പിച്ചവർക്കെതിരായ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശിയിട്ടില്ല എന്ന് കൂടി ടി.ജെ. ജോസഫ് പ്രതികരിച്ച ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലേക്ക് അന്വേഷണം കടക്കാനുള്ള സാധ്യത ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് 2 ഘട്ട വിചാരണയും ഒന്നാം പ്രതിയുടെ അഭാവത്തിൽ തന്നെ പൂർത്തിയാക്കിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി ആ നിയമവശങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിയമപരമായി എങ്ങനെയാണ്? അപർണ, ഓരോ തവണ അഭിമുഖങ്ങൾക്ക് ചെല്ലുമ്പോഴും ഈ കൈവെട്ട് കേസിനെ കുറിച്ച് ചോദിക്കുമ്പോഴും പ്രൊഫസർ ടി.ജെ. ജോസഫ് പറയുന്നത് ഇതാണ്: ഈ ഗൂഢാലോചന സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത്. ഇതെല്ലാം തന്നെ തന്നെ ആക്രമിച്ചവരെല്ലാം തന്നെ കരുക്കൾ മാത്രമാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യമുണ്ട് എന്നും പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ നടത്തുന്നു എന്നും NIA പറഞ്ഞ ആദ്യത്തെ കേസുകളിൽ ഒന്നുകൂടിയാണ് ഈ കൈവെട്ട് കേസ് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടി വരും. ന്യൂമാൻസ് കോളേജിൽ അധ്യാപകനായിരുന്ന മലയാളം പ്രൊഫസറായിരുന്ന ടി.ജെ. ജോസഫ് ചോദ്യപേപ്പറിൽ പ്രവാചകന്റെ പേരുൾപ്പെടുത്തി എന്നതാണ് അദ്ദേഹത്തിനെതിരായ വിദ്വേഷം ഉണ്ടാകാൻ കാരണം. തുടർന്ന് അദ്ദേഹത്തിനെ ഒരു ഞായറാഴ്ച ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നത്. എന്നാൽ അന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ സാധിക്കാതെ പ്രതികൾ മടങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് 2ാം തവണയാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്. അതിലെ മുഖ്യപ്രതിയാണ് സവാദ്. ഇയാളെ കണ്ണൂരിലെ മട്ടന്നൂരിൽ വെച്ചാണ് പിടികൂടിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ മഴു ഉപയോഗിച്ചാണ് ഈ സവാദ് ടി.ജെ. ജോസഫിനെ വെട്ടിയത്. ആ മഴു ഇപ്പോഴും NIAക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ടി.ജെ. ജോസഫിനെ മുറിവേൽപ്പിച്ചതും ഇയാളാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ലോക്കൽ പോലീസിനെ ഇതുമായി സംബന്ധിച്ച് വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. എങ്ങനെയാണ് ഈ സവാദിനെ പിടികൂടിയത്, ഏത് തരത്തിലുള്ള അന്വേഷണമായിരുന്നു, ആരാണ് വിവരം നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. NIA പ്രാഥമികമായ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ കോടതിയിൽ എത്തിക്കും. ഒളിവിൽ കഴിയാൻ ഇയാൾ ആരാണ് സഹായിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വിവരം ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, സുപ്രധാനമായ ഒരു വാർത്ത, കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അപർണ. റൈറ്റ്.